ബീഹാർ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കപ്പെട്ടു എന്ന് മഹാഗഠബന്ധൻ ആവർത്തിച്ച് പറയുമ്പോൾ അതിൻ്റെ സത്യാവസ്ഥ തിരഞ്ഞ് കോൺഗ്രസും ഇന്ത്യ മുന്നണിയും രാജ്യത്തിൻ്റെ നീതിന്യായ കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. രാജ്യത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിൽ വ്യക്തമായ വോട്ട് കൊള്ളയുടെ തെളിവുകൾ പുറത്തു വരുമ്പോഴാണ് ബീഹാറിലെ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. പുറത്തു വന്ന വോട്ട് കൊള്ളയുടെ പശ്ചാത്തലത്തിൽ ബീഹാറിലും അട്ടിമറി ഉണ്ടാകുമെന്ന് രാഹുൽ ഗാന്ധി അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിച്ചിരുന്നു. ബീഹാറിൽ തെരഞ്ഞെടുപ്പ് നടപടികൾ നടക്കുമ്പോൾ വോട്ടർ പട്ടികയിലെ ഭീമമായ വോട്ട് വെട്ടിമാറ്റലും തങ്ങൾക്ക് അനുകൂലമായി വോട്ടർമാരുടെ പേരുകൾ തിരികെ കയറ്റലുമൊക്കെ വെളിയിൽ വന്നതും SIR അടക്കമുള്ള കാര്യങ്ങളും ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ ഏത് കൊച്ചുകുട്ടിക്കും മനസ്സിലാവും ബീഹാറിൽ നടന്നത് എന്താണെന്ന്. ഒരു കാലത്തുമില്ലാതെ സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും കുമിഞ്ഞുകൂടുന്ന ഹർജികൾ ഇന്ത്യൻ ജനതയോട് പറയുന്നത് വോട്ട് തട്ടിപ്പിൻ്റെ ഭീകരതയെക്കുറിച്ച് തന്നെയാണ്. സുതാര്യമായി നടക്കേണ്ട ഒരു പ്രക്രിയ കള്ളത്തട്ടിപ്പിലൂടെ നടക്കുന്നതിൻ്റെ തെളിവുകൾ പുറത്തു വരാതിരിക്കാൻ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നിയമം മാറ്റി എഴുതിയത്, തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട റെക്കോർഡുകൾ സൂക്ഷിക്കുന്നതിൻ്റെ കാലാവധി 5 വർഷം എന്നത് വെട്ടിച്ചുരുക്കി വെറും 45 ദിവസമാക്കി. അതിനർത്ഥം തങ്ങൾ നടത്തുന്ന വോട്ടുകൊള്ള പുറംലോകം അറിയരുത് എന്നും നേരായ വഴിയിലൂടെ അല്ലാതെ ഭരണത്തിൽ പിടിച്ചു തൂങ്ങുന്നത് മറച്ചു വെക്കണം എന്നുമാണ്. ബീഹാറിലെ ഈ തിരഞ്ഞെടുപ്പിൽ ജംഗിൾ രാജിനെ ഉയർത്തിക്കാട്ടി മോദിയും സംഘവും പ്രചാരണങ്ങളിൽ വാചക കസർത്ത് നടത്തി ലാലു പ്രസാദ് യാദവിനെയും തേജസ്വി യാദവിനെയും കടന്നാക്രമിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. സത്യത്തിൽ BJP ആരോപിക്കുന്ന ഈ ജംഗിൾ രാജിന്റെ ഭാഗമായി നിതീഷ് കുമാറിന്റെ ഭാഗതയും ബോധപൂർവം മോദിയും സംഘവും മറച്ചുവെച്ചായിരുന്നു ഉയർത്തിവിട്ട ആരോപണങ്ങൾ അത്രയും. എന്തിനാണ് BJP ലാലുവിനെ കുറേ നാളുകളായി EDA അടക്കമുള്ള ഏജൻസികളെ കൊണ്ട് വേട്ടയാടി പിടിക്കുന്നത്, ക്രൂശിക്കുന്നത്? അറിയുന്നവർക്ക് മനസ്സിലാവും ഇതിൻ്റെ പ്രത്യേക കാരണം എന്താണെന്ന്. കാരണം ഇതാണ്: 90കളിൽ ഗുജറാത്തിലെ സോമനാഥ് ക്ഷേത്രത്തിൽ നിന്നും തുടങ്ങിയ രഥയാത്രാ പ്രയാണത്തിലൂടെ രാമജന്മഭൂമി പ്രക്ഷോഭം കൊടുമ്പിരി കൊണ്ട് വർഗീയത മൂർധന്യാവസ്ഥയിലായിരിക്കുമ്പോൾ അന്നത്തെ BJP പ്രസിഡന്റായിരുന്ന LK അദ്വാനി ഗുജറാത്തിൽ നിന്നും ഡൽഹിയിലേക്ക് നടത്തിയ ആ രഥയാത്ര ബീഹാറിൽ തടഞ്ഞത് മുഖ്യമന്ത്രിയായിരുന്ന ലാലു പ്രസാദ് യാദവായിരുന്നു. അന്നു മുതലാണ് ലാലു BJPക്ക് ശത്രുവാകുന്നത്. അതിൻ്റെ പകവീട്ടിലാണ് 2014 ശേഷം BJP ലാലുവിനെ ശത്രുവായി കണ്ട് നിലപാടുകളിൽ നിന്നും ആക്രമിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത് മാത്രമാണ് മോദി ബീഹാറിലെത്തുന്ന അവസരത്തിൽ 90കളിൽ അവിടെ നടന്നത് ജംഗിൾ രാജാണ് എന്ന് പ്രസ്താവിക്കുവാൻ മോദിക്ക് പ്രേരണ നൽകുന്നത്. അതുകൊണ്ട് തന്നെയാണ് 202 മണ്ഡലങ്ങളിലെയും തോറ്റ സ്ഥാനാർത്ഥികൾ പാറ്റ്ന കോടതിയെ സമീപിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തുമ്പോൾ രാജ്യത്തിൻ്റെ ജനാധിപത്യത്തിൻ്റെ കഴുത്ത് ഞെരിച്ച് അമർത്തിച്ചിരിക്കുന്ന മോദിയുടെ രാക്ഷസീയ ഭാവം ലോകം അറിയുകയാണ്. ഈ അവസരത്തിലാണ് ബാലറ്റ് പേപ്പർ തിരിച്ചു കൊണ്ടുവരേണ്ട ആവശ്യകത രാജ്യത്ത് ഉയരുന്നത്. ഇത് ഒരു പ്രക്ഷോഭമായി രാജ്യത്ത് ഉയർന്നു വരികയാണ്. അതെ, ജനാധിപത്യം സംരക്ഷിക്കാൻ ഒരു ജനകീയ മുന്നേറ്റത്തിനായി ജനം ബീഹാറിൽ നിന്ന് തുടങ്ങിക്കഴിഞ്ഞു. ഒരു തിരഞ്ഞെടുപ്പ് പ്രക്രിയ എങ്ങനെ അട്ടിമറിക്കപ്പെടുന്നു എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് അവസാനമായി നടന്ന ഈ ബീഹാർ തിരഞ്ഞെടുപ്പിൽ തെളിയുന്നത്. സമൂഹത്തിൽ ഉന്നത വിദ്യാഭ്യാസം നേടിയവരും ജനം അംഗീകരിക്കുന്നവരുമായ സ്ഥാനാർത്ഥികൾ നിഷ്ഠൂരമായി തോൽക്കുകയും മറുഭാഗത്ത് ക്രിമിനൽ പശ്ചാത്തലമുള്ള ഗുണ്ടാ നേതാക്കൾ വിജയിച്ച് കയറുകയും ചെയ്യുന്ന ഭയാനകമായ കാഴ്ചയാണ് ബീഹാറിൽ കണ്ടത്. ഇതിന് കാരണഭൂതനായ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെയും നരേന്ദ്രമോദിയുടെയും ദുരൂഹതകൾ എടുത്തുകാട്ടിയാണ് ബീഹാർ തെരുവുകളിൽ ജനങ്ങളുടെ ആരവം ഇപ്പോൾ ഉയർന്നു വരുന്നത്. ജ്ഞാനേഷ് കുമാർ മോദിക്കുള്ള കാണിക്കയായി BJPയുടെ നേതാക്കൾക്ക് അനധികൃതമായി വിജയിക്കാൻ വഴിയൊരുക്കി കൊടുത്തു എന്ന ഗുരുതര ആരോപണമാണ് ജനത്തിൻ്റെ പ്രതിഷേധത്തിന് കാരണമായി അവിടെ കേൾക്കുന്നത്. ഇതിന് പിന്നിൽ ഭരണകൂടത്തിൻ്റെ വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നാണ് ഇന്ത്യൻ ജനത ഉറച്ചു വിശ്വസിക്കുന്നത്. അവിടെ വിജയിച്ചവരിൽ പലരും കൊടും ക്രിമിനലുകളാണ് എന്ന റിപ്പോർട്ടുകൾ ജനാധിപത്യ വ്യവസ്ഥയുടെ ആണിക്കല്ലിളക്കുന്നതാണ്. ഇതിൽ സാമ്രാട്ട് 7 കൊലപാതകങ്ങളിൽ പ്രതിയാണെന്നതും ബലാത്സംഗ കേസുകളിൽ അടക്കമുള്ള കുറ്റകൃത്യങ്ങളിൽ പ്രതിയായ പിഞ്ചു അടക്കമുള്ളവർ വിജയിച്ച് നിയമനിർമ്മാണ സഭകളിലേക്ക് എത്തിച്ചേരുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വിശ്വാസ്യത, നീതിന്യായ വകുപ്പിൻ്റെ കാവൽക്കാരായ മോദി അടക്കമുള്ള ഭരണകർത്താക്കളുടെ തട്ടിപ്പുമൊക്കെയാണ് വെളിയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. സാധാരണഗതിയിൽ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നവരെക്കുറിച്ച് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ സ്ഥാനാർത്ഥിയുടെ പൂർണ്ണമായ വിവരങ്ങൾ കറകളഞ്ഞ് ലഭ്യമാക്കണമെന്നതാണ്. പക്ഷേ വ്യക്തമായി പറയട്ടെ, എന്നാൽ ഇക്കാര്യത്തിൽ വിവരങ്ങൾ സൈറ്റിൽ പൂർണ്ണമായി ലഭ്യമാകുന്നില്ല എന്ന് മാത്രമല്ല, തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നിസ്സംഗതയും ചോദ്യമുനകൾ കമ്മീഷനെതിരെ ഉയരാൻ കാരണമായി. വളരെ സമർത്ഥമായിട്ട്
ഇന്ത്യ മുന്നണി ഓരോ ചുവടുകളും ഇപ്പോൾ വയ്ക്കുന്നത്. അതിലൊന്ന് ജ്ഞാനേഷ് കുമാറിനെയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും ചെക്ക് മീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പുതിയ നിയമങ്ങളനുസരിച്ച് തിരഞ്ഞെടുപ്പ് ദിവസം ചിത്രീകരിച്ച വീഡിയോ ദൃശ്യങ്ങൾ ഒരു പരാതിയില്ലെങ്കിൽ 45 ദിവസം കഴിഞ്ഞ് ഉടൻ ഡിലീറ്റ് ചെയ്യാം. എന്നാൽ ഒരു ഹർജി നിലനിൽക്കുകയാണ് എങ്കിൽ ഇലക്ഷൻ കമ്മീഷന് ഡിലീറ്റ് ചെയ്യുന്നതിന് സാധിക്കില്ല. ഓരോ ഹർജി പരിഗണിക്കുമ്പോഴും കോടതിക്ക് മുന്നിൽ ഈ ദൃശ്യം ഹാജരാക്കേണ്ടതുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വിവരാവകാശ നിയമത്തിന് കീഴിൽ നിന്ന് ഒഴിവാക്കാനുള്ള നടപടിക്രമങ്ങൾ പാർലമെൻറ്റിൽ ആരംഭിച്ചത് ഏറെ ആശങ്കാജനകം തന്നെയാണ്. രാജ്യത്ത് തെരഞ്ഞെടുപ്പ് നടപടിയെ തകർത്തതിലൂടെ BJPക്ക് അധികാരം നിലനിർത്താനും ഒരു സ്വേച്ഛാധിപതിയുടെ ദ്രംഷ്ടകളുമായി രാജ്യത്തെ അടക്കി ഭരിക്കാനും ഇന്ത്യയെ ഹിന്ദുത്വപരമായ പൗരാണിക കാലത്തേക്ക് പിന്നടത്താനും ചൂട്ടുപിടിക്കുന്ന ഗതികെട്ട അവസ്ഥയിലേക്ക് എത്തിച്ചു കഴിഞ്ഞു. രാജ്യത്ത് തെരഞ്ഞെടുപ്പ് അവസാനിപ്പിച്ച് രാജഭരണത്തിൻ്റെ ഏകാധിപത്യ രീതിയിൽ രാജ്യത്തെ എത്തിക്കുക എന്ന ലക്ഷ്യത്തിലാണ് ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന തരത്തിൽ രാജ്യത്തെ ചർച്ചകൾ പുരോഗമിപ്പിക്കുന്നത്. ഇങ്ങനെ പോയാൽ ചൈനയിലും നോർത്ത് കൊറിയയിലും നടമാടുന്ന ഏകാധിപത്യ ഭരണം ഇവിടെയും നടമാടാൻ അധിക കാലം വേണ്ടി വരില്ല. അതാണ് യാഥാർത്ഥ്യം. ഭരണഘടന ഉറപ്പു നൽകുന്ന ജനാധിപത്യ അവകാശങ്ങളെ നിശേഷം അവസാനിപ്പിച്ച് തങ്ങളുടെ ഇംഗിതത്തിനായി രാജ്യത്തെ മാറ്റാനുള്ള അജണ്ടയാണ് തിരശ്ശീലയിൽ പുരോഗമിക്കുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ കോൺഗ്രസ് അധികാരത്തിലേറുകയും രാജ്യത്തെ തകർത്ത മോദിയെയും അമിത്ഷായെയും തളയ്ക്കുമെന്നും രാജ്യം മുടിച്ച് അവരെ തുറകിലടയ്ക്കുമെന്നും അറിയാവുന്ന മോദിയും സംഘവും ഇത് ഏത് വിധേനയും രാജ്യത്തെ പിടിച്ചടക്കി നിയമം മാറ്റിമറിക്കാനുള്ള ശ്രമമാണ്. ഇത് സുപ്രീം കോടതിയുടെ നിയമത്തിന് കീഴിൽ നിന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷനെ പൂർണ്ണമായും ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ അണിയറയിൽ തകൃതിയായി പുരോഗമിക്കുകയാണ് എന്ന് വേണം കരുതാൻ. അതായത് ഒരു തിരഞ്ഞെടുപ്പിലെ ജയപരാജയങ്ങളെക്കുറിച്ചോ വോട്ടർ പട്ടികയിലെ പേര് വിവരങ്ങളെക്കുറിച്ചോ സുപ്രീം കോടതിക്ക് ഇടപെടാൻ സാധിക്കാത്ത അവസ്ഥയിലേക്ക് കൊണ്ടുപോകാനാണ് നരേന്ദ്രമോദി ശ്രമിക്കുന്നത് എന്ന്. അതിനുവേണ്ടി പ്രത്യേക ബില്ലോ ഭരണഘടനാ ഭേദഗതി വരുത്താനുള്ള പ്രത്യേക ഓർഡിനൻസോ കൊണ്ടുവന്ന് രാഷ്ട്രപതിയെ കൊണ്ട് ഒപ്പിടിയിച്ച് അത് നിയമമാക്കാനുള്ള തീവ്ര ശ്രമമാണ് പിന്നണിയിൽ ആസൂത്രിതമായി നടക്കുന്നത്. ബീഹാറിലെ 243 സീറ്റിൽ 202 സീറ്റ് NDA നേടിയപ്പോൾ അതിൽ 89 സീറ്റ് മാത്രമാണ് BJP നേടിയത്. 85 സീറ്റ് JDUവും 21 സീറ്റ് ചിരാഗ് പാസ്വാനും കരസ്ഥമാക്കി. ഈ നേട്ടമാണ് ഇപ്പോൾ ചോദ്യമുനയിൽ നിർത്തി ജനം ഇപ്പോൾ തെരുവിലിറങ്ങിയിരിക്കുന്നത്. വലിയൊരു വിഭാഗം ജനങ്ങളും തങ്ങളുടെ വോട്ട് വിഫലമാക്കിയ നിതീഷ് മോദി സംഘത്തിന് എതിരെ ആരവം മുഴക്കി ഇറങ്ങിക്കഴിഞ്ഞു. ഒരു ഭാഗത്ത് മുകളിൽ പറഞ്ഞതുപോലെ പാറ്റ്ന കോടതിയിലേക്ക് 202 മണ്ഡലങ്ങളിലെ തോറ്റ സ്ഥാനാർത്ഥികൾ നീങ്ങുമ്പോൾ ഇവിടെ തെരുവിൽ പ്രതിഷേധങ്ങൾ ഇരമ്പിയാർക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് നീതിപൂർവമല്ല, ഇത് റദ്ദാക്കണം, കറകളഞ്ഞ നീതിപൂർവമായ ഇടപെടലുകളില്ലാത്ത റീപോളിംഗ് നടത്തണം എന്ന് മുറവിളികൾ ഉയരുകയാണ്. വരുംനാളിൽ ഇതൊരു കാട്ടുതീ പോലെ രാജ്യത്താകെ വീശിയടിക്കും. അതിനു മുന്നിൽ രാഹുൽ ഗാന്ധി ഉണ്ടാകും. ജനാധിപത്യത്തെ സംരക്ഷിക്കാനുള്ള പ്രക്ഷോഭത്തിൻ്റെ മുന്നണി നേതാവായി ഉയർത്തിപ്പിടിച്ച ഭരണഘടനയുമായി ഇന്ത്യയുടെ നവയുഗ പോരാളി നയിക്കും ഈ പ്രക്ഷോഭത്തെ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.